അപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം അള്ളാന്റെ ദീനിന്റെ വഴിയിലേക്ക് മടങ്ങുക. ഈമാന് കറക്റ്റാക്കണം, ഇസ്ലാം കറക്റ്റാക്കണം, നടപടി ആചാരങ്ങൾ കറക്റ്റാക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് വരണം. ഞങ്ങളെ പരന്റെ ഉള്ളത്തെ അവസ്ഥയും നല്ല ചന്താക്കണം. ഇത് മനകമാരി, ഊരിക ഉപകാരി, അങ്ങനത്തെ കുറെ മാരികളുണ്ട്. അതാവല്ല, പരന്റെ ഉള്ളിൽ മുന്നേ ഉപകാരിയാണോ, പിന്നെ താഴത്തേക്ക് ഉപകാരിയാകുമ്പോഴാവും. ചില ആൾമാരുണ്ടല്ലോ, യാ റബ്ബേ മംഗലത്തോടെ പോയെങ്കിൽ എന്ത് ജിഗിറില്ല അയാൾക്ക്. അവൻ തണ്ണീരെ കൊടപ്പാണ് മാത്രമല്ല, 85 കിലോ കടങ്കല്ലര കുറ്റി എടുത്തോണ്ട് വേണ്ട. ഭയങ്കര എന്ത് ത്യാഗത്തുക്കും റെഡി, ഏത് പണിക്കും ചെയ്. നോക്ക ഔത്ത് വന്നിട്ടാകുമ്പോ അവനിട്ട് എന്താ ചൊല്ലറില്ല. നന്ന ചൊല്ലണ്ട, ആ ഫാൻ്റെ സ്വിച്ച് ഇടും ചൊല്ലുന്ന. ആ ഫാൻ്റെ സ്വിച്ച് ഇല്ല, മൊബൈൽ ഇല്ല. ഓനെ മനകമാരി ഈ നാറി ഭരന്റെ ഉള്ളിൽ മുന്നേ നല്ലതാണോ? മാപ്പിള പെഞ്ഞായിമാർ നല്ല റാഹത്തിൽ വേണോ, നല്ല ചന്തത്തിൽ വേണോ? നല്ല പിരിസപ്പാട്, നല്ല ഓർമ്മപ്പാട്, നല്ല ഐക്യത്തെ, നല്ല സൗഹാർദ്ദത്തെ, നല്ല മുണ്ടാട്ട, നല്ല പെരുമാറ്റ എല്ലാം ഫസ്റ്റ് വേണ്ടിയത് അങ്ങളിടയില്, പിന്നെ റായത്തങ്ങളോട്ട. നോക്കാം, ഞങ്ങളെ മാപ്പിള ഔത്ര പുറത്തിലിയുമ്പോ ഭയങ്കര ചന്തത്തിലെ ഉസ്താദ് അസ്സലാമു അലൈക്കും ആജാ നേരെ ഔത്ര ഉള്ളിൽ പോകുമ്പോ ഓളെ കാണുമ്പോത്തുക്കും ഉണ്ടാട്ടുമില്ല. നിങ്ങ എന്തല്ലോ ഇത്രല്ലേട്ട് പല കുറക്കണമേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ അവരവരുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ്, അല്ലാണ്ട് റായത്തങ്ങളോട്ട് നല്ല നിലക്ക് പെരുമാറുന്നവനല്ല. പരന്റെ ഉള്ളിൽ മുന്നേ സുധറാണോ, അവിടെ മുന്നേ നേരെ ക്ലച്ച് പിടിക്കണോ, പിന്നെ ക്യാരറ്റാണോ പുറത്ത് വന്നിട്ട്. പരന്റെ ഉള്ളിൽ എന്തുമില്ല, എന്ത് മുണ്ടാട്ട പോട്ട് ഒരു സ്ഥലമില്ല. നോക്കാ ചൊല്ലൂറോ, നിങ്ങ അബ്ബക്ക് സലാം ചെന്ന മോനേത്, പെഞ്ഞായിക്ക് സലാം ചെന്ന മാപ്പിളേത്, ഉമ്മക്ക് സലാം ചെന്ന മോനേത്, നക്ക് സലാം ഓടെ ചെന്ന നാന് സിദ്ധക്കട്ടൽ വന്നോണ്ടിരുന്നു ഊടുന്ന് ചെന്ന വിളിച്ചിട്ട് ഞാൻ വന്നോണ്ടുള്ള ഇത്രമേ എന്നുകൊണ്ട് 3 കിലോമീറ്റർ അവിടെ വിളിച്ചിടാം. അബ്ബ ഇത് എത്ര വർഷമായി എതിരെതിരിൽ കണ്ട നോക്ക ഒരു സലാമു. സത്യത്തിൽ സലാം ഫസ്റ്റ് അയാൾക്കല്ല വേണേ എനക്ക. അയാൾ സലാമത്താണ്ടി സലാം ചെന്നോ, സലാമും ചെന്നോ. സലാം എന്ന് പറഞ്ഞാൽ ദിക്റാൻ, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ദുആയാണ്, അതൊരു ആശീർവാദ അനുഗ്രഹ വചനമാണ്, അതൊരു അഭിസംബോധനമാണ്. അത് എല്ലാത്തിനേക്കാൾ ഉപരി ദിക്റാൻ, അതൊരു ദുആയാണ്. അത് ആദ്യമായിട്ട് നൽകേണ്ടത്, കൊടുക്കേണ്ടത് ഉറ്റവർക്കാണ്, ഉടയവർക്കാണ്, വീട്ടുകാർക്കാണ്, വേണ്ടപ്പെട്ടവർക്കാണ്, എല്ലാവർക്കുമാണ്. ഇനി പുസ്തകത്തിന് സലാം ചൊല്ലണ്ടെന്നല്ല ഞാൻ ചൊന്നോ, മാപ്പിള ബെഞ്ചായിമാർ സലാം ചൊല്ലണോ, കൈ കൊടുക്കണോ, സഭ കിളിയുമ്പത്തേക്ക് മറിയമ്മ ഞാൻ പോയിട്ട് വേണ്ടാവാ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും ഗുഡ് ബൈ. ഓൻ പോയതേ കൊന്നില്ല, പോ. ഓൻ 4G സ്പീഡ് പോയോണ്ടുള്ള. അവളും അങ്ങനെ വരുമ്പത്തേക്കും മോന്തിക്ക് വരുമ്പത്തേക്കും ആ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ കൊറോണ ആയിട്ട് കച്ചവടം ഇല്ല, എന്തും ഇല്ല. അങ്ങനെ 50 രൂപ കിട്ടി, 500 രൂപ എന്താ കിട്ടിയിട്ട് വരുമ്പത്തേക്ക് ഹെൽമെറ്റ് വെച്ചിട്ടില്ല, പോലീസും കൊണ്ടുപോയാ 500. ഓൻ ഇല്ലെങ്കിൽ എല്ലാം പോയിട്ട് ഓന്റെ ഹാർട്ട് അതാക്കും കിഡ്നി മേലായിട്ട് വരുമ്പത്തേക്ക് ഇപ്പൊ ഡബിൾ മേലായി. പോലീസിനെ കണ്ടിട്ടാകുമ്പോ എല്ലാം ടേടായ ഔത്തുക്ക് എത്തിയ ഔത്ര കേട്ട് നീ എന്താക്കണോ പെഞ്ഞായോളൂ, നല്ല റാഹത്തില്, നല്ല വൃത്തിയില്, നല്ല ചിരിച്ചിട്ട്, നല്ല സമാധാനത്തിൽ അവിടെ വേണം. നീ ഭദ്രകാളിയായിട്ട് ഉമറപടിയിൽ നിൽക്കുതീറ, ആ സ്റ്റൈലിൽ നിൽക്കുതീറ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല ഭാര്യ, നല്ല ഭാര്യ കാണുമ്പോൾ തന്നെ സന്തോഷിക്കുന്ന ഭാര്യ. അവൾ നോക്കിയങ്ങ് നല്ല ഇതാ നല്ലറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവളെ കണ്ടെങ്കിൽ ഞങ്ങളെ കൽബ് റാഹത്താവും. അങ്ങനത്തെ ഭാര്യ. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഒരു പ്രായമായിട്ടും ഭാര്യമാരെ മറന്നില്ല. വയസ്സമാറായിട്ട് പോലും ഭാര്യ ഭർത്താക്കന്മാർ തോളോട് തോള്. ഇരുമയാണെങ്കിലും ഒരു മനസ്സ്, 2 ശരീരമാണെങ്കിലും ഒരുമയാട്. വയസ്സായി ഞങ്ങക്ക് വയസ്സായി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദൂരായില്ല, അങ്ങ് ദൂര എപ്പോഴും ഒട്ടികമേ. മനസ്സിക്ക് വയസ്സില്ല, പിരിസത്തക്ക് വയസ്സാവോ ഇല്ല.